വിക്രമാദിത്യ കഥകൾ ഭാഗം 51. 13-ാം സാലഭഞ്ജിക പറഞ്ഞ കഥ മദനവല്ലി. 13-ാം ദിവസവും സിംഹാസനാരോഹണത്തിന് മുതിർന്ന ഭോജ മഹാരാജാവിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് അവിടെ കാവൽ നിന്നിരുന്ന സാലഭഞ്ജിക വിക്രമാദിത്യനെ പറ്റി കഥ പറയാൻ തുടങ്ങി. അളകാപുരിയിലെ രാജാവായ അളകേശന് അതിസുന്ദരിയായ ഒരു മകൾ ജനിച്ചു. മദനവല്ലി എന്നായിരുന്നു അവളുടെ പേര്. സുകുമാര കലകളിൽ അതിവിദഗ്ധയായിരുന്നു അവൾ. അവളുടെ ലാവണ്യ പൊലിമയിൽ പല പല രാജകുമാരന്മാരും ആകൃഷ്ടരായി. രാജാവ് മകൾക്ക് വേണ്ടി ഒരു മനോഹര ഹർമ്മ്യം നിർമ്മിച്ചു കൊടുത്തു. അവൾ സഖികളോടൊത്ത് അതിലായിരുന്നു താമസം. അളകാപുരിക്കടുത്തുണ്ടായിരുന്ന വനത്തിൽ ഒരു മഹാരാക്ഷസൻ ജീവിച്ചിരുന്നു. അവൻ അവളെ ഏതു വിധേനയെങ്കിലും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചുറച്ചു. രാജകുമാരിക്ക് ഗൗളീ ശാസ്ത്രത്തിൽ അപാരമായ പാണ്ഡിത്യമുണ്ടായിരുന്നു. ഒരു ദിവസം കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിലിരുന്ന് ചന്ദ്രോദയത്തിൻ്റെ ദിവ്യസൂക്ഷ്മത കണ്ടാനന്ദിക്കവേ അവൾ ഒരു ഗൗളി ചിലയ്ക്കുന്നത് കേട്ടു. അവൾക്ക് അതിൻ്റെ സാരം പിടികിട്ടി. തന്നെ ഒരു രാക്ഷസൻ കല്യാണം കഴിക്കുവാൻ നിശ്ചയിച്ചിട്ടുണ്ടെന്നായിരുന്നു അതിൻ്റെ സൂചന. രാജകുമാരി പരിഭ്രാന്തിയായി. ഈ സംഗതി പിതാവിനെ അറിയിച്ചു. എന്നാൽ ഇക്കാര്യത്തിൽ രാജാവ് നിസ്സഹായനായിരുന്നു. ആ രാക്ഷസനെ എതിരിടാൻ ആരെക്കൊണ്ടും സാധ്യമല്ല. അവൻ ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അത് നടത്തിയേ അടങ്ങൂ. പ്രിയപ്പെട്ട പുത്രിയുടെ ദുർവിധിയോർത്ത് രാജാവിന് വിഷാദമായി. എങ്കിലും അവസാനമായി ഉജ്ജയിനിയിൽ വാഴുന്ന വിക്രമാദിത്യ ചക്രവർത്തിയെ ശരണം പ്രാപിക്കാൻ അദ്ദേഹം മകളെ ഉപദേശിച്ചു. ഒരുപക്ഷെ അദ്ദേഹത്തിന് രാക്ഷസനെ എതിർക്കാൻ കഴിഞ്ഞേക്കും. മദനവല്ലി താമസിയാതെ തൻ്റെ സഖിമാരോടൊത്ത് ഉജ്ജയിനിയിലേക്ക് യാത്രയായി. യൗവനയുക്തയായ ഒരു സുന്ദരി തന്നെ അന്വേഷിച്ചു വന്നപ്പോൾ വിക്രമാദിത്യ രാജാവ് അതിൻ്റെ കാരണം അന്വേഷിച്ചു. അപ്പോൾ മദനവല്ലി പറഞ്ഞു, പ്രഭു, ഞാനൊരു രാജകന്യകയാണ്. ഒരു രാക്ഷസൻ എന്നെ വിവാഹം കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ പിതാവിന് അവനെ എതിർക്കുവാൻ കരുത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങയെ അഭയം പ്രാപിക്കുന്നത്. നിഷ്ഠൂരനായ ആ കശ്മലനെ നശിപ്പിച്ച് എന്നെ രക്ഷിക്കണം. മഹാരാജാവിന് ആ സുന്ദരിയുടെ ദുരവസ്ഥയിൽ സഹതാപം തോന്നി. അവളെ സ്വന്തം രാജകൊട്ടാരത്തിൽ താമസിക്കുവാൻ അനുവദിക്കുകയും രാക്ഷസനെപ്പറ്റി അറിഞ്ഞു വരുവാൻ വേതാളത്തെ നിയോഗിക്കുകയും ചെയ്തു. മദനവല്ലി ഉജ്ജയിനിയിലേക്ക് പോയതറിഞ്ഞ് പിന്നാലെ രാക്ഷസനും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവൻ ഒരു വളക്കച്ചവടക്കാരൻ്റെ വേഷത്തിൽ രാജകൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുവാൻ അവസരവും കാത്ത് പട്ടണത്തിൽ അലഞ്ഞു തിരിയുകയായിരുന്നു. വേതാളം അവിടെ വെച്ച് അവനെ കണ്ടുമുട്ടുകയും വിവരം ചക്രവർത്തിയെ അറിയിക്കുകയും ചെയ്തു. വിക്രമാദിത്യൻ ഉടനെ വളക്കച്ചവടക്കാരൻ്റെ അടുത്തെത്തി. തൻ്റെ മാന്ത്രിക വാൾ ഉപയോഗിച്ച് അവനെ കൊല്ലുകയും രാക്ഷസ ഭീതി അങ്ങനെ അവസാനിപ്പിക്കുകയും ചെയ്തു. പക്ഷേ മദനവല്ലി സ്വന്തം നാട്ടിലേക്ക് പോകാതെ വിക്രമാദിത്യൻ്റെ ഭാര്യയായിരിക്കാനാണ് ആശിച്ചത്. അളകേശന്റെ പരിപൂർണ സമ്മതത്തോടെ വിവാഹം ആഡംബരപൂർവ്വം നടത്തപ്പെട്ടു. സാലഭഞ്ജിക കഥ അവസാനിപ്പിച്ചുകൊണ്ട് ഭോജ മഹാരാജാവിനോട് ചോദിച്ചു, ഇങ്ങനെയുള്ള വിക്രമാദിത്യ ചക്രവർത്തിയുടെ കനകസിംഹാസനം അങ്ങയ്ക്ക് യോജിക്കുന്നത് എങ്ങനെയാണ്? അന്നത്തെ പകലിന് തിരശീല വീണിരുന്നു. സദസ് പിരിയുകയും ചെയ്തു. 14-ാം സാലഭഞ്ജിക പറഞ്ഞ കഥ ദിവ്യമന്ത്രം. മുൻപതിവനുസരിച്ച് 14-ാം ദിവസവും ഭോജരാജാവ് സിംഹാസനത്തിൽ കയറാൻ സന്നദ്ധനായി. 13 പടികളും കയറി 14-ാമത്തേതിലെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സാലഭഞ്ജിക അദ്ദേഹത്തെ തടഞ്ഞു നിർത്തുകയും വിക്രമാദിത്യനെക്കുറിച്ച് വിചിത്രമായ ഒരു കഥ പറയുകയും ചെയ്തു. വിക്രമാദിത്യ ചക്രവർത്തി കാടാറു മാസക്കാലത്തിനു വേണ്ടി പുറപ്പെട്ട അവസരമായിരുന്നു അത്. അദ്ദേഹം ഭരണഭാരങ്ങളെല്ലാം ഭട്ടിയുടെ പക്കൽ ഏൽപ്പിച്ച് വേതാളവുമൊത്ത് ഗംഗാ നദിയുടെ തീരത്തെത്തി. അവിടെ വാണുകൊണ്ടിരുന്ന രാജാവ് ധർമ്മവിഷയങ്ങളിൽ പാണ്ഡിത്യം സമ്പാദിച്ചിരുന്നു. അവിടുത്തെ രാജസദസ് പണ്ഡിതന്മാരുടെ ആവാസരംഗമായിരുന്നു. ആപൽ കാലങ്ങളിൽ അന്യരെ സഹായിക്കേണ്ടതിനെക്കുറിച്ച് ഒരു ദിവസം രാജസദസ്സിൽ സജീവമായ ചർച്ച നടന്നുകൊണ്ടിരിക്കെ
ഒരു സ്ത്രീ വിലപിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടിയെത്തി. അവളുടെ ഭർത്താവ് ഗംഗാനദിയിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുതലയുടെ വായിലകപ്പെട്ടിരിക്കുന്നുവെന്നും അയാളെ രക്ഷിക്കണമെന്നും അവൾ മാറത്തടിച്ച് നിലവിളിച്ചപേക്ഷിച്ചു. എന്നാൽ രാജാവും കൂട്ടരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയതേയില്ല. തെല്ലകലെയായി ഗംഗാസ്നാനം ചെയ്തുകൊണ്ടിരുന്ന വിക്രമാദിത്യൻ മുതലയുടെ വായിലകപ്പെട്ട ബ്രാഹ്മണന്റെ രോദനം കേട്ട് പാഞ്ഞെത്തി മുതലയെ കൊന്ന് അയാളെ രക്ഷപ്പെടുത്തി. തന്നെ മരണത്തിൽ നിന്നും രക്ഷിച്ച വിക്രമാദിത്യന് എന്തെങ്കിലും സമ്മാനം കൊടുക്കുവാൻ ബ്രാഹ്മണൻ സന്നദ്ധനായി. ആ വിവരം അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. എന്നാൽ ആപത്തിലകപ്പെട്ടവരെ സഹായിക്കേണ്ടത് മനുഷ്യധർമ്മമാണെന്നും അതിന് പ്രതിഫലം വാങ്ങുന്നതല്ലെന്നും വിക്രമാദിത്യൻ പറഞ്ഞു. പക്ഷേ ബ്രാഹ്മണന്റെ നിർബന്ധം സഹിക്കാൻ വയ്യാതായപ്പോൾ വിക്രമാദിത്യൻ പറഞ്ഞു, എന്നാൽ എനിക്ക് പ്രയോജനകരമായ ഒരു മന്ത്രം ഉപദേശിച്ചു തന്നാൽ മതി. ബ്രാഹ്മണൻ സന്തോഷത്തോടെ മന്ത്രം പറഞ്ഞുകൊടുത്തു. ദേവലോകത്തിലെ പുഷ്പക വിമാനവും ആഗ്രഹിക്കുന്ന മറ്റെന്തു വസ്തുക്കളും മുമ്പിൽ വരുത്തുവാൻ ഈ മന്ത്രം ജപിച്ചാൽ മതി. ചക്രവർത്തി അത് ഗ്രഹിച്ച് ബ്രാഹ്മണനോട് വിടവാങ്ങി യാത്ര തിരിച്ചു. ഗംഗയുടെ വടക്കേ തീരത്ത് ഒരു ഘോരവനമുണ്ട്. വന്യജന്തുക്കളുടെ വിഹാരരംഗമായ അവിടം പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അദ്ദേഹം അവിടെ എത്തി ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭീകരരൂപിയായ ഒരു ബ്രഹ്മരക്ഷസ് പ്രത്യക്ഷപ്പെട്ടു. അത് വിക്രമാദിത്യനെ ഭയപ്പെടുത്തുവാൻ വേണ്ടി ആകാശം മുട്ടെ വലുതാവുകയും പെട്ടെന്ന് തന്നെ ചെറുതാവുകയും ചെയ്തു. ഇതെല്ലാം കണ്ടിട്ടും ചക്രവർത്തിക്ക് കുലുക്കമുണ്ടായില്ല. ബ്രഹ്മരക്ഷസ് പല ഉപായങ്ങൾ പ്രയോഗിച്ചിട്ടും ഭയപ്പെടാതിരിക്കുന്ന ആ മനുഷ്യൻ അസാമാന്യനാണെന്നും അദ്ദേഹം വിക്രമാദിത്യൻ തന്നെയായിരിക്കുമെന്നും കരുതിയ ബ്രഹ്മരക്ഷസ് മനുഷ്യരൂപത്തിലായി അദ്ദേഹത്തോട് പറഞ്ഞു, വിക്രമാദിത്യ മഹാരാജാവേ, എന്നെ കാണുന്നവരൊക്കെ ഭയന്നോടാറാണ് പതിവ്. എന്നാൽ അങ്ങ് മാത്രം അതിൽ നിന്ന് വ്യത്യസ്തനായിരിക്കുന്നു. അതുകൊണ്ട് അങ്ങയോട് എൻ്റെ ചരിത്രം ഞാൻ പറയാം. ഞാനൊരു ദേവനായിരുന്നു. ചില മുനിമാർ എന്നെ ശപിച്ചത് കാരണം 1000 കൊല്ലം ഭക്ഷണവും പാർപ്പിടവുമില്ലാത്ത എനിക്ക് ബ്രഹ്മരക്ഷസിൻ്റെ രൂപത്തിൽ ചുറ്റിത്തിരിയേണ്ടി വന്നു. വിക്രമാദിത്യൻ വഴി എനിക്ക് ശാപമോചനം കിട്ടുമെന്നാണ് മുനിമാർ പറഞ്ഞിരുന്നത്. അങ്ങ് വിക്രമാദിത്യനാണെന്ന് എനിക്കറിയാം. അങ്ങ് എന്നെ ഈ ദുരവസ്ഥയിൽ നിന്നും കരകയറ്റണം. വിക്രമാദിത്യൻ പറഞ്ഞു, ആരെയെങ്കിലും സഹായിക്കുന്ന കാര്യത്തിൽ എനിക്ക് അത്യധികം സന്തോഷമേയുള്ളൂ. പക്ഷേ ഞാൻ എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത്? ബ്രഹ്മരക്ഷസ് മറുപടി കൊടുത്തു, അങ്ങേക്ക് സിദ്ധിച്ചിട്ടുള്ള പുതിയ മന്ത്രം എനിക്ക് കൂടി പറഞ്ഞു തന്നാൽ മതി. ഞാൻ ദേവലോകത്തേക്ക് തിരിച്ചു പോയിക്കൊള്ളാം. വിക്രമാദിത്യൻ അത് സമ്മതിച്ചിട്ട് ആ ദിവ്യ മന്ത്രം ബ്രഹ്മരക്ഷസിന് പറഞ്ഞുകൊടുത്തു. ബ്രഹ്മരക്ഷസ് ശാപവിമുക്തനായി സ്വർഗലോകത്തിലേക്ക് മടങ്ങി. കഥ നിർത്തി സാലഭഞ്ജിക പറഞ്ഞു, ഭോജരാജാവേ, ധീരനും ദീനവത്സലനുമായ വിക്രമാദിത്യന്റെ സിംഹാസനം അങ്ങേക്ക് അപ്രാപ്യമാണ്. അതുകൊണ്ട് അതിൽ കയറാൻ ശ്രമിക്കുകയും വേണ്ട. അത്രയുമായപ്പോൾ സായാഹ്നമായി കഴിഞ്ഞിരുന്നു. അന്നത്തെ സദസ്സ് പിരിച്ചുവിട്ട് രാജാവും പരിവാരങ്ങളും സ്വന്തം കർത്തവ്യങ്ങളിലേക്ക് തിരിച്ചു.